ജമ്മുകശ്മീരിലെ കത്വയിലും ഹിമാചൽ പ്രദേശിലെ ഖുൾവിലും മിന്നൽ പ്രളയമുണ്ടായി. കത്വയിലെ മിന്നൽ പ്രളയത്തിൽ 7 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. പ്രളയത്തെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി 4 വരി പാത അടച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. ജമ്മുവിലും ഹിമാചലിലും പ്രകൃതി ദുരന്തം തുടർക്കഥയാകുകയാണ്. കത്വയിലെ ജംഗ്ലോട്ട്, ജോധ്ഘാട്ട്, ജുദാന എന്നിവിടങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റെയിൽവേ ട്രാക്ക്, നാഷണൽ ഹൈവേ 44, കത്വ പോലീസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് കേടുപാടുണ്ടായി. ഉൽസ് നദിയിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ ദുരന്തത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അനുശോചനം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷായോട് സംസാരിച്ചതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. അതേസമയം കിഷ്ത്വാർ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹിമാചലിലും സ്ഥിതി രൂക്ഷമാണ്. കുളു, മാണ്ഡി, ടക്കോളി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ബാധിതമാണ്. കട്ടൌലിയിലും ജനജീവിതം ദുസ്സഹമാണ്. സംസ്ഥാനത്ത് ദേശീയപാതകളടക്കം 374 റോഡുകൾ ഇപ്പോഴും ഗതാഗതയോഗ്യമല്ലാതെയായിട്ടുണ്ട്. 524 ട്രാൻസ്ഫോർമറുകളും 145 ജലവിതരണ പദ്ധതികളും പ്രവർത്തനരഹിതമായി. മുംബൈയിലും കനത്ത മഴ തുടരുകയാണ്. നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വിമാന സർവീസുകൾ താറുമാറായതോടെ 350-ലധികം വിമാനങ്ങളെയാണ് വഴിതിരിച്ചുവിട്ടത്. സെൻട്രൽ റെയിൽവേ ലൈനിൽ മാട്ടുങ്ക, സിയോൺ, കുർള, വിദ്യാവിഹാർ, ഖഡ്കോപ്പർ, ഭാണ്ഡൂപ്പ് എന്നിവിടങ്ങളിൽ ട്രാക്കുകൾ വെള്ളത്തിനടിയിലായി. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഞ്ചാബിലെ ബിയാസ് നദിയിലെ ജലനിരപ്പും ഉയരുകയാണ്. ഗുരുദാസ്പൂർ, അമൃത്സർ, ഹോഷിയാർപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. ഭക്ര, പോങ് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹരിയാനയിൽ സോംനദി കരകവിഞ്ഞൊഴുകി. ഉത്തരാഖണ്ഡിൽ ഓഗസ്റ്റ് 20 വരെ മഴ മുന്നറിയിപ്പുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.